ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൻ ലേണിംഗ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റേഷ്യോ ചാപ്റ്ററിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വേഗം നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റിലൂടെ ഒന്ന് മൂവ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ തന്നെ കംപ്ലീറ്റ് തറവായി കിട്ടും കേട്ടോ. അപ്പോൾ വേഗം നോക്കുക. റേഷ്യോ അഥവാ അംശബന്ധം എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്റർ. Question number 1. The number of boys and girls in a class are in the ratio 4:3. The total number of students in the class is 56. Find the number of boys and girls. അപ്പോൾ ക്വസ്റ്റിൽ ചോദിച്ചോക്കെ, ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 4:3 എന്ന അംശബന്ധത്തിലാണ്. ആ ക്ലാസ്സിൽ ആകെ 56 കുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എത്രയെന്നാണ് ക്വസ്റ്റിൽ ചോദിക്കുന്നത്. ഓക്കെ, നമുക്കത് കണ്ടുപിടിച്ചോക്കെ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവർ തന്നത് 4:3 എന്ന് പറഞ്ഞൊരു റേഷ്യോ തന്നത് കണ്ടോ. ആ റേഷ്യോ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണത്തിൻ്റെയാണ്. എന്നാൽ ശരിക്കും ബോയ്സും ഗേൾസും എത്രയാണ് ഈ ക്ലാസ്സിൽ ഉണ്ടാവുക? നമുക്ക് അങ്ങനെയൊന്ന് എഴുതി നോക്കാം. നമ്പർ ഓഫ് ബോയ്സ്, ഈ ക്ലാസ്സിലെ ആകെ ആൺകുട്ടികൾ എത്രയെന്ന് വെച്ചാൽ അത് നിങ്ങൾ 4 എന്നല്ല എഴുതേണ്ടത്. ഇത് 4:3 ആണെങ്കിൽ ആകെ ഉണ്ടാവുക 4x ആൺകുട്ടികളായിരിക്കും ആ ക്ലാസ്സിൽ ഉണ്ടാവുക. അതേപോലെ നമ്പർ ഓഫ് ഗേൾസ്, പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3x ആയിരിക്കും നമുക്ക് ആൻസർ വരിക. നോക്കണേ, ചെയ്ത പരിപാടി കണ്ടോ. 4x ആണ് ആൺകുട്ടികളുടെ എണ്ണം, 3x ആണ് പെൺകുട്ടികളുടെ എണ്ണം ആക്കി എടുക്കേണ്ടത്. ഇനി ഇവർ തന്നിട്ടുണ്ട് ഒരു 56 തന്ന കണ്ടോ. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടാവും. ഈ 56 എന്ന് പറയുന്നത് ഈ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണമാണ്. അതുകൊണ്ട് നമുക്കിതാ ഈ 4xും 3xും കൂടെ കൂട്ടിയാൽ 4x പ്ലസ് 3x ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ആണ് 56 ഉണ്ടാവുക കേട്ടോ. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം കൂട്ടിയാൽ 56 ആണ് ക്വസ്റ്റിൽ തന്നത് കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 4xും ഈ 3xും കൂടെ കൂട്ടിയാൽ ആകെ 7x എന്ന് കിട്ടും. കണ്ട, 7x ആണ് 56. സോ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 56 7 നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്ക് എടുത്ത് ഡിവൈഡ് ചെയ്തിട്ട് 56 ഡിവൈഡഡ് ബൈ 7 ആൻസർ എത്ര വരും? 8 എന്ന് കിട്ടും. ഈ കിട്ടിയ 8 എന്താണ്? ഈ കിട്ടിയ 8 x ആണ്. 8 കിട്ടിയത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് നമ്പർ ഓഫ് ബോയ്സും നമ്പർ ഓഫ് ഗേൾസും ആണ്. ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവും കാണണം. നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ 4x ആണുള്ളത്. സോ 4 × 8 ചെയ്താൽ കിട്ടുന്നത് 32 ആൺകുട്ടികളാണ് ആ ക്ലാസ്സിൽ ഉണ്ടാവുക കേട്ടോ. ഇനി നമ്പർ ഓഫ് ഗേൾസോ, നമ്പർ ഓഫ് ഗേൾസ് പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 3x ആണ്. അപ്പോൾ 3 × 8 24 പെൺകുട്ടികളും 32 ആൺകുട്ടികളുമാണ് ഈ ക്ലാസ്സിൽ ഉണ്ടാവുക. ഇതാണ് ഈ ചാപ്റ്ററിലെ റേഷ്യോ ക്വസ്റ്റിൻ്റെ ഒരു ബേസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഈ സെയിം ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് വേറൊരു മെത്തേഡിലും ചെയ്യാൻ പറ്റും. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണേ. ഇനി ഇതും കൂടെ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. അടുത്ത ചോദ്യം മുതൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ എളുപ്പമായി തോന്നുന്നത് ആ മെത്തേഡിൽ അങ്ങ് ചെയ്തു പോയാൽ മതി. സോ ഒരു സെക്കൻഡ് മെത്തേഡായിട്ട് പറയുന്നത് നോക്കണേ. നമ്മുടെ കയ്യിൽ ഇവരൊരു റേഷ്യോ തന്നിട്ടുണ്ട് 4:3. ഏതാ? ബോയ്സ് ഈസ് ടു ഗേൾസ് എന്ന് പറയുന്ന റേഷ്യോ ആണ് 4:3. ഓക്കെ, ഇനി നിങ്ങളോട് അവർ ചോദിക്കുന്നത് നമ്പർ ഓഫ് ബോയ്സ് എത്രയെന്നല്ലേ ചോദിച്ചത്? ആൺകുട്ടികളുടെ എണ്ണം. നമ്പർ ഓഫ് ബോയ്സ് ഈ ക്ലാസ്സിൽ ആകെ ഉള്ളത് 56 കുട്ടികളാണ്. ആ 56 ഇൻറ്റു എന്നിട്ട് നിങ്ങൾ ഈ റേഷ്യോനെ ഒന്ന് ഫ്രാക്ഷൻ ആക്കി മാറ്റുക, ഭിന്നസംഖ്യയാക്കുക. ആകെയുള്ള 7 നോക്കേ, ഈ 4ഉം ഈ 3ഉം കൂടെ കൂട്ടിയാലുള്ള ആകെയുള്ള 7 ആണ് ഛേദം, ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിൽ കൊടുക്കേണ്ടത് അതിൽ ബോയ്സ് 4 ആണ്. ആകെ ഉള്ളതിൻ്റെ 4 ഭാഗം 4/7 ഭാഗമാണ് നമുക്ക് ബോയ്സിൻ്റെ എണ്ണമായിട്ട് വരിക. 56 ആണ് ക്ലാസ്സിൽ ആകെ ഉള്ളത്. അതിൻ്റെ 4/7 ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും ആൺകുട്ടികളുടെ എണ്ണമായിട്ട് വരിക. ഇത് എത്ര ചെയ്താൽ കിട്ടിയ ആൻസർ? 56നെ ഈ 7 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 8 വരും. 8 × 4 ചെയ്തിട്ട് 32 എന്ന് കിട്ടും. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ 32 കിട്ടിയേ. ഇതേപോലെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഗേൾസും കണ്ടുപിടിക്കാം. ഇതേ മെത്തേഡ്. ആകെ 56 ഇൻറ്റു എത്രയുള്ളത്? 3 താഴെ 7 ആയിരിക്കും. എല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്ന 7 താഴെ ഉണ്ടാവും. അതിൽ 3 ആണ് ഗേൾസിൻ്റെത്. 3/7 എന്ന് കിട്ടും. സോൾവ് ചെയ്താൽ ആൻസർ എങ്ങനെ വരും? ഇത് കട്ട് ചെയ്യുക, ഇവിടെ 8 വരും. 8 × 3 24. കണ്ടോ, അവിടെ കിട്ടിയ അതേ ആൻസർ തന്നെ നമുക്ക് ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ് ആക്കി ചെയ്യുന്ന മെത്തേഡാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ രീതിയിൽ ആണ് ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ ഇങ്ങനെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത് അതിൽ ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം, എല്ലാവരും നോക്കണേ.
Next one, the perimeter of a triangle is 36 centimeters and the sides are in the ratio 2:3:4. Find the length of its sides. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 36 സെന്റിമീറ്ററും വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3:4 ആയാൽ വശങ്ങളുടെ നീളം കണക്കാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവർ തന്നത് 2:3:4 ആണ്. നമുക്ക് എന്തറിയാം? ആക്ച്വലി ഇപ്പോൾ ലെങ്ത് എന്താ ഉണ്ടാവുക? നമ്മുടെ സൈഡ്സ്, ട്രയാങ്കിളിൻ്റെ സൈഡ്സ്, വശങ്ങൾ എന്ന് പറഞ്ഞാൽ 2:3:4 ആണെങ്കിൽ ഒരെണ്ണം 2x ആയിരിക്കും അല്ലേ? ശരിക്കുള്ള നീളം 2x-ഉം 3x-ഉം 4x-ഉം ആയിരിക്കും. ഇങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും ലെങ്ത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറിനല്ലേ നമ്മൾ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് വിളിക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 2x + 3x + 4x ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് 36. ആഡ് ചെയ്ത് എന്താ സംഭവിക്കുക? 4x-ഉം 3x-ഉം കൂടെ 7x, 7x-ഉം 2x-ഉം കൂടെ 9x എന്ന് വരും. 9x ആണ് 36. എക്സിന്റെ വാല്യൂ കിട്ടിയോ? ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 9 എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റിയാൽ മതി. 36 ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എക്സ് 4 എന്ന് കിട്ടിയാൽ നിങ്ങൾക്ക് ഓരോ സൈഡും കണ്ടുപിടിക്കാൻ പറ്റും. ഒരെണ്ണം 2x, ഒരെണ്ണം 3x, ഒരെണ്ണം 4x. നമ്മുടെ സൈഡുകൾ ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. 2x എന്ന് പറഞ്ഞാൽ 2 × 4 ചെയ്താൽ കിട്ടുന്ന 8 സെന്റിമീറ്റർ. ഇനി 3x എന്ന് പറഞ്ഞാൽ 3 × 4 കൊടുത്തിട്ട് 12 സെന്റിമീറ്റർ. ഒരെണ്ണം കൂടെ ഉണ്ട് 4x, അത് 4 × 3, 4 × 3 അല്ല 4 × 4 ആണ് അല്ലേ? എക്സിന്റെ വാല്യൂ 4 അല്ലേ? 4 × 4 ചെയ്താൽ കിട്ടുന്ന 16 സെന്റിമീറ്റർ. ഇങ്ങനെ ഉണ്ടാവും നമുക്ക് എല്ലാ സൈഡും. കണ്ടുപിടിച്ചത് കണ്ടോ? 8, 12, 16 എല്ലാം കൂടെ ആഡ് ചെയ്താൽ 36 എന്ന് പറയുന്ന പെരിമീറ്ററും കറക്റ്റ് വരുന്നുണ്ട്. ഓൾ സെറ്റ്. അപ്പൊ ഇതാണ് റേഷ്യോ ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ ഒരു ബേസ് പരിപാടി. സിമ്പിൾ ആക്കി ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. The perimeter of a rectangle is 48 centimeters. The ratio between the length and breadth is 5:3. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 48 സെന്റിമീറ്ററും വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 5:3 ആണ്. നിങ്ങളോട് ചോദിക്കുന്നത് നീളം പ്ലസ് വീതി എത്രയാണ്? ചുറ്റളവ് 48. നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു വെച്ചോ. ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2 × L + B ആണ്. ക്വസ്റ്റ്യൻ ചെയ്യണേ. 2 × നീളം പ്ലസ് വീതി ചെയ്താൽ നമുക്ക് ചുറ്റളവ് കിട്ടും. ഈ ചുറ്റളവാണ് ക്വസ്റ്റ്യനിൽ 48 എന്ന് തന്നത്. എന്നിട്ട് നീളം പ്ലസ് വീതി എത്രയെന്നല്ലേ ചോദിക്കുന്നത്? നീളം പ്ലസ് വീതി കാണാൻ എന്താ ചെയ്യേണ്ടത്? ഈ 2 കണ്ടോ, ഗുണിക്കണം 2 എടുത്തതായി ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. 48/2 ആൻസർ 24 സെന്റിമീറ്റർ കിട്ടും. ഇപ്പം എന്താ കിട്ടിയത്? നീളവും വീതിയും കൂടെ കൂട്ടിയാലുള്ള ആൻസർ 24 സെന്റിമീറ്റർ ആണ്. ഇതല്ലേ ചോദ്യം? നീളം പ്ലസ് വീതി എത്രയെന്നാ ചോദിച്ചേ? എത്ര ആൻസർ? 24. ഇനി ഇത് കാണാനുള്ള എളുപ്പപ്പണി എന്താ? ചുറ്റളവ് എന്താണോ തരുന്നത് പെരിമീറ്ററിന്റെ നേരെ ഹാഫ് അടിച്ചാൽ നിങ്ങൾക്ക് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എടുക്കാൻ പറ്റും കേട്ടോ. നീളവും വീതിയും ചോദിച്ചാൽ ചുറ്റളവിന്റെ പകുതിയായിരിക്കും. അടുത്ത ചോദ്യം നീളവും വീതിയും കണക്കാക്കാൻ. ഇത് കൂട്ടിയാൽ 24 അല്ലേ? അങ്ങനെയാണെങ്കിൽ നീളം എത്രയും അതേപോലെ വീതി എത്രയെന്ന് കറക്റ്റ് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം നീളവും വീതിയും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെങ്ത്തും ബ്രെഡ്ത്തും ലെങ്ത് ഈക്വൽ നമുക്ക് 5x എന്നും അതേപോലെ ബ്രെഡ്ത്ത് ഈക്വൽ 3x എന്നും കൊടുക്കാം. എന്തിനെങ്ങനെ കൊടുത്തേ? 5:3 ആണ് റേഷ്യോ. അതുകൊണ്ട് ഒരാൾ 5x ആയിരിക്കും, ഒരാൾ 3x ആയിരിക്കും. റെഡി? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 24 എന്ന് തന്നിട്ടുണ്ട്. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ 24. സോ നമുക്കിത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 5x + 3x ചെയ്താൽ 24 ആണ്. 5x 3x എന്ന് പറഞ്ഞാൽ 8x ആണ് 24. 8x 24 ആണെങ്കിൽ x എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 24/8 ചെയ്താൽ എത്ര കിട്ടും? 3 എന്ന് കിട്ടും എക്സിന്റെ ലെങ്ത്. നോക്കേ, എക്സ് കണ്ടുപിടിച്ചു. 24/8 ചെയ്ത് കിട്ടുന്ന 3 ആണ് എക്സിന്റെ വാല്യൂ വരിക. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം. ലെങ്ത് ഈസ് ഈക്വൽ 5x ആണ്. 5 × 3 ചെയ്താൽ 15 സെന്റിമീറ്റർ എന്നായിരിക്കും ലെങ്ത് കിട്ടുക. ബ്രെഡ്ത്തോ ഇതേപോലെ ഒന്ന് പറഞ്ഞു നോക്കിക്കുക. ബ്രെഡ്ത്ത് എന്തായിരിക്കും കിട്ടുക? ബ്രെഡ്ത്ത് 3x ആ. അപ്പൊ 3 × 3 ചെയ്താൽ കിട്ടുന്ന 9 സെന്റിമീറ്റർ ആയിരിക്കും ബ്രെഡ്ത്തിന്റെ ആൻസർ വരിക. ലെങ്ത്തും കണ്ടുപിടിച്ചു, ബ്രെഡ്ത്തും കണ്ടുപിടിച്ചു. കണക്ട് ചെയ്യുക, ആൻസർ ആക്കി പഠിക്കുക കേട്ടോ. സിമ്പിൾ അല്ലേ മക്കളെ റേഷ്യോ ക്വസ്റ്റ്യൻസ്? ഒറ്റ ചോദ്യം കൂടെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ അടിച്ചുപൊളി ചോദ്യമാണ്. കുറച്ചൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, നോക്കണേ. The length and breadth of a rectangle are in the ratio 3:2. ചതുരത്തിന്റെ നീളവും വീതിയും 3:2 എന്ന അംശബന്ധത്തിലാണ്. എന്നിട്ടോ നീളം 3 സെന്റിമീറ്റർ കൂട്ടി വലുതാക്കിയപ്പോൾ the length is increased by 3 centimeter. Now the length and breadth are in the ratio 2:1. 3 സെന്റിമീറ്റർ നീളം കൂട്ടിയ സമയത്ത് അന്നപ്പോൾ പുതിയ റേഷ്യോ വന്നത് എത്രയാ? 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിലേക്ക് അത് മാറി.
അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയും എത്രയായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് തുടങ്ങി നോക്കാം. ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 3:2 എന്നാണ് ക്വസ്റ്റിൽ തന്നത്. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ലെങ്ത് 3x എന്നും ബ്രെഡ്ത്ത് 2x എന്നും എടുക്കും. എന്നിട്ട് ഇവർ തന്ന കണ്ടീഷൻ ഒന്ന് വായിച്ചു നോക്കുക. നീളം 3 സെന്റിമീറ്റർ കൂട്ടി വലുതാക്കിയപ്പോൾ ഈ അംശബന്ധം 2:1 ആയിട്ട് മാറി. നീളം 3 സെന്റിമീറ്റർ കൂട്ടാൻ ഇപ്പോഴുള്ള നീളം എത്രയാ? 3x. അതിനോടൊരു 3 കൂടെ കൂട്ടാൻ അപ്പോൾ എത്ര കിട്ടും? പുതിയ ലെങ്ത് എന്ന് പറയുന്നത് 3x + 3 ആയിരിക്കും. ഇതാണ് പുതിയ ലെങ്ത് വരിക. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ എഴുതി വെക്കണം. ന്യൂ ലെങ്ത് എന്ന് എഴുതി വെക്കാം. ന്യൂ ലെങ്ത് പുതിയ നീളം വരിക. പഴയ നീളത്തിനോട് 3 കൂട്ടണം. ബ്രെഡ്ത്തിൽ മാറ്റമൊന്നുമില്ല, വീതി പഴയത് തന്നെയാണ്, 2x തന്നെ. റെഡി? ഇനി ഇത് രണ്ടും വെച്ചിട്ട് നിങ്ങൾ റേഷ്യോ കണ്ടാൽ കിട്ടുന്ന പുതിയ റേഷ്യോ 2:1 ആണ്. 2:1 എന്ന് പറഞ്ഞാലും 2/1 എന്ന് പറഞ്ഞാലും ഒരേ അളന്നെയാണ് കേട്ടോ. അതേപോലെ 3:2 ഇല്ലേ? റേഷ്യോ 3:2 എന്ന് പറഞ്ഞാലും 3/2 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് എഴുതി നോക്കാം. ഈ പുതിയ ആളുടെ റേഷ്യോ ആരാ പുതിയത്? 3x + 3/2x. ഇത് പുതിയ ആളുടെ റേഷ്യോ 2:1 ആണ്, അല്ലെങ്കിൽ 2/1 ആണ്. ഇങ്ങനെ എഴുതി വെക്കാം. എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് ക്രോസ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ക്രോസ് ചെയ്യാം? ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണേ. അപ്പോൾ 1 × ഇത്രയും വരും. 3x + 3 × 1 എന്ന് പറഞ്ഞാൽ നമ്പർ മാറൂല. 1നെ കൊണ്ട് ഗുണിച്ചാൽ ഈ നമ്പർ തന്നെയല്ലേ കിട്ടുക. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇപ്പുറത്തെ ഭാഗത്തേക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ 2 × 2x ആണ്. 2 × 2x എന്ന് പറഞ്ഞാൽ അത് 4x എന്ന് കിട്ടും. കേട്ടാ? അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഈ 3x എടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. ബാക്കി എന്താ ഉണ്ടാവുക? ഒരു 3 ഇവിടെ ബാക്കിയുണ്ട്. 4x അടുത്തേക്ക് 3x വന്നാൽ -3x എന്ന് വരും. 4x - 3x ആൻസർ x എന്ന് കിട്ടും. x ഈസ് ഈക്വൽ ആണ് 3 വന്നത്. അപ്പോൾ ഇവിടെ കിട്ടിയത് എക്സിന്റെ വാല്യൂ 3 എന്നാണ് കിട്ടിയത്. ഇനി നിങ്ങളോട് ചോദിച്ച പുതിയ നീളവും പഴയ നീളവും ഏതൊക്കെയാണ് അവർ ചോദിച്ചത്? പഴയതല്ലേ ചോദിച്ചത്? ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയും എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തത് 3x ഉം 2x ആണ്. അതിൽ x നമ്മൾ കണ്ടുപിടിച്ചു 3 എന്ന്. സോ ആൻസർ എന്തായിരിക്കും വരിക? ഒരെണ്ണം ലെങ്ത് എന്ന് പറയുന്നത് 3x ആണ്. 3 × 3 എന്ന് പറഞ്ഞാൽ 9 സെന്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവുക, 9. ഇനി ഇതിന്റെ ബ്രെഡ്ത്ത് എത്ര വരിക? 2x അല്ലേ വരിക. നിങ്ങൾക്ക് ഇതേപോലെ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചൂടെ? ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ 2x. അപ്പോൾ ഇത് 2 × 3 ചെയ്താൽ കിട്ടുന്ന 6 സെന്റിമീറ്റർ എന്ന് വരും. കണ്ടുപിടിച്ചോ? ലെങ്ത് വന്നത് 3x ആയതുകൊണ്ട് 3 × 3 കിട്ടി. ബ്രെഡ്ത്ത് പറഞ്ഞത് 2x ആണ്, അതുകൊണ്ട് 2 × 3 വന്നിട്ട് 6 സെന്റിമീറ്റർ വന്നു. ഇങ്ങനെ നിങ്ങൾ ഇത് കണക്ട് ചെയ്ത് ആൻസർ ആക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ റേഷ്യോ ചാപ്റ്ററിലെ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് ഓടിച്ച് പോവുക, ഒന്ന് ചെയ്ത് പഠിക്കുക. സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിന് മാർക്ക് മിസ്സാക്കരുത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാം. ബൈ.